പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള മാധവിക്കുട്ടിയുടെ മതിലുകൾ എന്ന കഥയാണ് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അകത്ത് ഹാളിൽ ആരും എത്തിയിട്ടില്ല. ക്ലർക്ക് പിള്ള മാത്രം തലകുനിച്ചിരുന്ന് എന്തോ എഴുതുന്നു. പിള്ള തനിക്ക് ശേഷം അധികം കൊല്ലങ്ങൾ ഈ ബാങ്കിൽ ജോലിയെടുത്ത ആളാണ്. ഒരിക്കൽ ഏതാണ്ട് ഒരേ സ്ഥിതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന മേശകളിലിരുന്ന് രണ്ടാളും ജോലിയെടുത്തിട്ടുണ്ട്. അന്നെല്ലാം താൻ പിള്ളച്ചേട്ട എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. പതുക്കെ പതുക്കെ താൻ ഹാൾ വിട്ട് അകത്തേക്ക് നീങ്ങി. പിള്ളച്ചേട്ടൻ എന്നെയും നോക്കി അങ്ങനെ ഇരിക്കും. ഓരോ പടിയായി ആ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ശ്രമം കൊണ്ടും കുറേയൊക്കെ ഭാഗ്യം കൊണ്ടും ഞാൻ ഈയിടെ ബാങ്കിൻ്റെ മാനേജരായി. ഉറുപ്പികയ്ക്ക് 11.5 ആദായ നികുതി കൊടുക്കുമ്പോഴും പിള്ള തൻ്റെ തടിക്കാത്ത ശമ്പള ലക്കോട്ടും കീശയിലിട്ട് വീട്ടിലേക്ക് മടങ്ങും. അയാളുടെ കുനിഞ്ഞ ആ കഷണ്ടിത്തലയും അലക്കി അലക്കി തേഞ്ഞു തുടങ്ങിയ ഖദർ സൂട്ടും കാണുമ്പോൾ പലപ്പോഴും തനിക്ക് തോന്നാറുണ്ട് പിള്ളയ്ക്ക് വല്ല ഗുണവും ചെയ്യണമെന്ന്. പക്ഷേ ധൈര്യമില്ല. പിള്ളയുടെ ജോലി എന്നും മൂന്നാം തരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇരുമ്പ് വളയത്തിൽ കൂടി ഓടിച്ചാടുന്ന സർക്കസ് നായയെപ്പോലെ മാറ്റമില്ലാതെ മടുപ്പില്ലാതെ നന്നാവാൻ ശ്രമിക്കാതെ പിള്ള ബാങ്കിൻ്റെ ഹാളിൽ തൻ്റെ പഴയ മേശക്കരികിലിരിക്കുന്നു. മിടുക്കന്മാരായ ചെറുപ്പക്കാർ പൊന്തി വന്നു. പിള്ളയെ കവച്ചു വെച്ച് അസിസ്റ്റൻ്റ് മാനേജരും മറ്റുമാവുന്നു. താൻ എങ്ങനെയാണ് പിള്ളയെ സഹായിക്കുക? മലയാളി ആയതുകൊണ്ട് മാത്രം, താൻ പിള്ളച്ചേട്ടൻ എന്ന് വിളിച്ചിരുന്നത് കൊണ്ടും മാത്രം. അയാൾ മുറിയിൽ നിന്ന് കോട്ടെടുത്ത് ചുവരിൽ തൂക്കി. മേശപ്പുറത്ത് അന്നത്തെ വർത്തമാന കടലാസുകൾ അടുക്കി വച്ചിരിക്കുന്നു. പ്രധാന വർത്തമാനങ്ങൾ, പ്രത്യേകിച്ചും ബാങ്കുകളെപ്പറ്റി ചെമന്ന പെൻസിൽ കൊണ്ട് അതൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് മാനേജർ രാമചന്ദ്രൻ്റെ ജോലിയാണ് അത്. രാമചന്ദ്രൻ ഈയിടെയാണ് ഉയർന്നത്. ഉദ്യോഗത്തിൽ ഇത്ര ചെറുപ്പത്തിൽ അത് ഒരു അത്ഭുതമാവേണ്ടതാണ്. പക്ഷേ രാമചന്ദ്രൻ തികച്ചും അത് അർഹിക്കുന്നു. കഠിനമായ അധ്വാനം, വേണ്ടിടത്തൊക്കെ പുറത്തിറക്കുന്ന ആ പുഞ്ചിരി, സദാ ശാന്തമായുള്ള സ്വഭാവം. രാമചന്ദ്രൻ വാസ്തവത്തിൽ ബാങ്കിൻ്റെ ആശാകേന്ദ്രമായി കഴിഞ്ഞിരുന്നു. എങ്കിലും മൃദുശബ്ദമുള്ള ചെറുപ്പക്കാരൻ മുറിയിലേക്ക് വരുമ്പോഴും അയാളുടെ ചുറ്റുമൊഴുകുന്ന ആത്മവിശ്വാസം കാണുമ്പോഴും തനിക്ക് ഒരസുഖം തോന്നാറുണ്ട്. ജനലുകളിന്മേൽ മഴ ഊക്കോടെ വന്നടിച്ചു. അയാൾ അവ തുറന്നിട്ട് കസാരയിൽ വന്നിരുന്നു. പുറത്ത് കടും പച്ച ഇലകളിൽ കനമുള്ള മഴത്തുള്ളികൾ തുള്ളുന്നു. അയാളുടെ മനസ്സ് പെട്ടെന്ന് കൊല്ലങ്ങൾ ചാടിക്കടന്നു. പാലക്കാട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്കെത്തി. ഓലയിട്ട ഒരു വീടിൻ്റെ തട്ട് ചോർന്നൊലിക്കുകയാണ്. തെക്കിനിയിൽ പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഓരോന്നിലും മഴത്തുള്ളികൾ വീണ് നനുനനുത്ത സ്വരങ്ങളുണ്ടാക്കുന്നു. നാരായണൻകുട്ടി, എന്താ മിഴിച്ചു നോക്കുന്നത്? ഇവിടെ വന്നിരുന്ന് പാഠം ചൊല്ല്. നാരായണൻകുട്ടി, അതൊരു പഴയ വിളിയാണ്. ആ വെള്ളമൊലിച്ചു വീണ ഓലപ്പുരയുടെ മഴയിൽ തലയിട്ടടിച്ചിരുന്ന മാവിൻ തൈകളുടെയും ആദ്യത്തെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൻ്റെയും കാലത്തിൽ നിന്ന് വന്ന ഒരു വിളി. അത് ഇന്ന് എവിടെ പോയാലും കേൾക്കില്ല. തലമുടി ചെരിച്ച് കെട്ടിവെച്ച മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരു അമ്മ അവരുടെ മകനെ വിളിക്കുകയായിരുന്നു. ഇനി പെട്ടെന്ന് വാതിൽ തുറന്ന് രാമചന്ദ്രൻ അകത്തേക്ക് വന്നു. ക്ഷമിക്കണം, പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. രാമചന്ദ്രൻ ജനലുകൾ വീണ്ടും അടച്ച് നിലത്ത് വീണ് കിടന്ന വെള്ളം നോക്കി ശിപായിയെപ്പറ്റി പിറുപിറുത്തു. ഞാൻ തുറന്നിട്ടതാണ്. എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ മീറ്റിങ്ങിനെ പറ്റിയാണോ? രാമചന്ദ്രന് പറയാനുള്ളത് മീറ്റിങ്ങിനെ കുറിച്ച് തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കടം ചോദിച്ച ഇരുമ്പ് കമ്പനി എങ്ങാണ്ടോ 2-3 പശ്ചാത്തലമില്ലാത്ത അരപ്പണക്കാർ തുടങ്ങിയ ഒന്നാണ്. മുങ്ങിച്ചാകാറായ ഒരു കമ്പനി. താൻ അന്വേഷിച്ച് വിവരമറിഞ്ഞു. കടം കൊടുക്കുന്നത് ബുദ്ധിപൂർവം ആലോചിക്കുമ്പോൾ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഓർമ്മ വയ്ക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? രാമചന്ദ്രന് പിന്നെയും പറയാനുണ്ട്. ഈ കൊല്ലത്തെ ഉദ്യോഗ കയറ്റത്തിൻ്റെ ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കണം. അതിൽ വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ. ഉണ്ടാവില്ല. താൻ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തതാണ്. വായിക്കൂ. ഇല്ല, പിള്ളയുടെ പേര് ഇക്കുറിയും ഇല്ല. പിള്ളയുടെ പേരും എഴുതിക്കോളൂ ഇക്കുറി. അയ്യോ, ക്ലർക്ക് കിഴവൻ പിള്ളയോ? അത് തീരെ അനാവശ്യമാണ്. അയാൾ ജോലിയിൽ മഹാമോശക്കാരനാണ്. താൻ എന്നും വിചാരിക്കും പിള്ളയോട് രാജിവെക്കാൻ പറയാൻ. അയാൾ തീരെ മോശമാണ്. അങ്ങനെ പലതും രാമചന്ദ്രന് പറയാനുണ്ടായിരുന്നു. അല്ല, പിള്ള തീർച്ചയായും ഇക്കുറിയത്തെ ലിസ്റ്റിൽ വരണം. അങ്ങനെയാണെങ്കിൽ ശരി, പിന്നെ എനിക്കൊന്നും പറയാനില്ല. രാമചന്ദ്രൻ തല താഴ്ത്തി മടങ്ങിപ്പോയി. വാതിൽ ശബ്ദമില്ലാതെ അടഞ്ഞു. വീണ്ടും അയാൾ തൻ്റെ ആലോചനകൾ ഒന്നിച്ച് തനിച്ചായി ഇരുന്നു. മനശല്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഓഹരിക്കാരുടെ മീറ്റിങ്ങുകൾക്ക് മുന്നിൽ താൻ എന്നും ലാഭനഷ്ട കണക്കുകൾ തയ്യാറാക്കാറുള്ളതുപോലെ ഇന്ന് താൻ എന്താണ് തൻ്റെ ജീവിതത്തിൽ കൊല്ലങ്ങളെ ലാഭങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേണ്ടി പരിശോധിക്കുന്നത്?
എന്തോ ഒരുപക്ഷെ തനിക്ക് പ്രായമായി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. കഴിഞ്ഞുപോയ ഏതോ നിറമില്ലാത്ത കാലത്തു നിന്നും സന്തോഷം പൊക്കിയെടുക്കാൻ ഈയിടെയായി താൻ ശ്രമം തുടങ്ങിയിരുന്നു. ഇല്ലെങ്കിൽ തൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴുള്ളതിനേക്കാൾ എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക? കാലത്തിൻ്റെ ഓട്ടത്തിൽ ദുഃഖങ്ങളുടെ നിറം മങ്ങുന്നു, പക്ഷേ സുഖങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കുന്നു. തൂക്കം തെറ്റുന്നു, ചെയ്യാൻ മറന്ന ഗുണങ്ങളും ചെയ്ത കുറ്റങ്ങളും മനസ്സിനെ അലട്ടുന്നു. താൻ എവിടെയാണ് തെറ്റുകാരൻ? എന്തുകൊണ്ട് പലവിധത്തിലുള്ള നേട്ടങ്ങളും സുഖങ്ങളും ഉണ്ടായിട്ടും തനിക്ക് ഈ കരണ്ട് തിന്നുന്ന അതൃപ്തി തോന്നുന്നു? മനുഷ്യനെന്നും തനിച്ചാണ് നിൽക്കുന്നത്. അവൻ്റേതായ അച്ചുതണ്ടിന്മേൽ അവൻ തനിച്ചു തിരിയുന്നു. താൻ തനിച്ചാണെന്നുള്ള ഈ വിചാരം, ഈ ഏകാന്തത പ്രായമായി തുടങ്ങുന്ന ഈ മനുഷ്യന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്നതാണ്. മനുഷ്യർക്കിടയിലെന്നും എന്നും ചെറിയ മതിലുകൾ ഉയർന്നു വരുന്നു. പണത്തിൻ്റെ നിറവ്യത്യാസത്തിൻ്റെ വഴിയിൽ തെറ്റുപറ്റാതെ പോവാനോ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ആനന്ദം നേടാനോ വഴികളുണ്ടായിരിക്കണം. പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ പ്രശ്നങ്ങളിൽ അവൻ്റേതായ ഉത്തരം കിട്ടാറുണ്ട്. ഒരുപക്ഷെ അതാവാം ശരിയായ ഉത്തരം. അന്നു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അയാൾ പറഞ്ഞു, മാധവിക്കുട്ടി, ഞാൻ ഉദ്യോഗം രാജിവെക്കാൻ ആലോചിക്കുന്നു. എന്തേ വിശേഷിച്ച്? ഒന്നുമില്ല, ഇനി കുറച്ചു കാലം നാട്ടിൽ പോയി താമസിക്കാനൊരു മോഹം. നമുക്ക് രണ്ടാൾക്കും കുറച്ച് പ്രായമായല്ലോ. ഭാര്യ ഒന്നും മിണ്ടിയില്ല. ജനലുകൾ പെട്ടെന്ന് കാറ്റിൽ കൊട്ടിയടഞ്ഞു. പുറത്ത് വലിയ ഒരു മഴ പുറപ്പെട്ടു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.